ഇഡിയുടെ ഭാഗത്തുനിന്ന് അങ്ങേക്ക് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് വന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഓ 10 മിനിറ്റ് മുമ്പ് വരെ വന്നില്ല. വരുമായിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ, നിങ്ങൾ വഴിയാണല്ലോ ഈ ചിന്ത അറിയണത്. അപ്പൊ ശരിയായിരിക്കാൻ സാധ്യത. വരട്ടെ. തെളിവുകളെല്ലാം ഹാജരാക്കി വരണമെന്നൊക്കെയാണ് ഒരു അനുശാസനം പോലൊരു വാർത്ത വരുന്നത്. ഓ, ഇഡിയുടെ ഈ നടപടികളൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുക. അത് ഒരു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം സമൻസ് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പൊ ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതിയുടെ ഫൈനൽ സെറ്റിൽമെന്റ് വരട്ടെ. അല്ലാണ്ട് 12-ാം തീയതി അപ്പം പോകുന്നില്ല. അത് കോടതിയിൽ 7-ാം തീയതി കോടതി വരുന്നുണ്ട്. കോടതിയിൽ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പോകും. അല്ലാതെ എന്താ നിയമലംഘനം നടത്തിയെന്ന് പറയാതെ നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കട്ടെ. ഒരു പ്രിലിമിനറി എൻക്വയറിയാണ്. 1.5 വർഷമായിട്ട് പ്രിലിമിനറി നടത്തിക്കൊണ്ടിരിക്കുക. ഇത് മനുഷ്യന്മാരെ അപമാനിക്കാനുള്ള ഏർപ്പാട്. അതുകൊണ്ട് ഒരു പൗരന്റെ അവകാശം നിയമപരമായിട്ട് എത്രമാത്രം സംരക്ഷിക്കാമോ അതിനുള്ള പോരാട്ടം തൊട്ടു. ഈ ഇഡി ഇങ്ങനെ നോട്ടീസ് അയക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ 8,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി വഴി നടപ്പാക്കിയിരിക്കുന്നത്. അല്ല, അതുകൊണ്ടിപ്പോ ഇഡി വിളിച്ചത് കൊണ്ടോ തെരഞ്ഞെടുപ്പിനിടയിൽ ഇനിയിപ്പോ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നും ഇവിടെ മനുഷ്യനൊന്നും പേടിയില്ല കേട്ടോ. ഇത് ജനങ്ങളുടെ കോടതിയുടെ മുന്നിൽ വെക്കാൻ പോയി. നാട്ടിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണോ? വേണ്ട എന്ന് ഇഡി, വേണ്ട എന്ന് കേന്ദ്രം, വേണ്ട എന്ന് UDF-ഉം ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാന്ന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുക. അതാ ചെയ്യാൻ പോണത്. പോലീസുകാരുടെ അടക്കം ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഉത്തരവാദി പഴയ ധനമന്ത്രിയാണെന്ന് UDF പത്തനംതിട്ടയിൽ അടക്കം പ്രചാരണം തുടങ്ങി. എങ്ങനെ നേരിടും? നാണമില്ലേ UDF-കാർക്ക്? 13,608 കോടി രൂപ സംസ്ഥാന സർക്കാരിന് വായ്പാ അർഹതയുണ്ട്. അതനുവദിക്കാം. ആദ്യം കേസ് പിൻവലിക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കൂടെ ആത്മാഭിമാനത്തോടെ മലയാളി എന്നുള്ള രീതിയിൽ വർത്തമാനം പറയാനുള്ള ചങ്കൂറ്റം ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനുണ്ട്. 13,608 കോടി രൂപ തർക്ക വിഷയമല്ല. കേന്ദ്രം സമ്മതിച്ചത്, സുപ്രീം കോടതി എഴുതി കൊടുത്തിട്ടുള്ളത്. അത് കേരളത്തിന് കൊടുക്ക് എന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം പോലും ഇവർക്ക് ഇല്ലാതായി പോയല്ലോ. ഒരു മലയാളികളാ. ഈ ശമ്പളം മുടങ്ങിയതടക്കം സർക്കാർ ജീവനക്കാരുടെ അങ്ങനെ ബന്ധുക്കളുടെയൊക്കെ വോട്ട് തിരിച്ചടിയാവും. ഇതങ്ങോട്ട് വർത്താനം പറയട്ടെ എന്ന് ഇലക്ഷൻ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഈ 13,608 കോടി രൂപ അർഹതപ്പെട്ടത് എന്നുള്ളത് കേന്ദ്രം പോലും എഴുതി സമ്മതിച്ചിരിക്കുന്ന തുക. അത് തരാതെ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിനെതിരായിട്ട് ജനകീയ രോഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. എൻ്റെ ക്യാമ്പയിൻ പോയിന്റ് ഇതാണ് കേട്ടോ. ഒരു സംശയം വേണ്ട. സകല സ്ഥലത്തും ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. ഇവരൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ 5-ാം പത്തിപ്പണി കൊണ്ട് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കിഫ്ബി തന്നെ വലിയൊരു തട്ടിപ്പ് കമ്പനിയാണ്, അങ്ങാണ് അതിന്റെ ഏറ്റവും വലിയ ആളെന്ന്. അതെന്ന് നമുക്ക് നാട്ടിൽ ചർച്ച ചെയ്യാം. ഈ റോഡ് വേണോ, ആ പാലം വേണോ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം വേണോ, ഇവിടെ എല്ലാ വീട്ടിലും ഇവിടുത്തെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടണോ? ഇതൊക്കെ ഒരു 20-25 വർഷം കൊണ്ട് മതി. ആർക്കായി ഇത്ര ധൃതി? നമ്മളങ്ങ് സാധാ പോയാൽ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എന്താ വേണ്ടെന്നുള്ളത്. പെൻഷൻ കിട്ടാതെ ഗതികെട്ട പ്രയത്നപ്പെടെ നിൽക്കുന്നതാണ് ജോർജ് ഓണക്കൂർ. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? 1,600 രൂപ കിട്ടുന്നതിലേ 100 രൂപയാണ് UDF-ന്റെ സംഭാവന. ഇത്രയും നാൾ വരിച്ചിട്ട് ഈ പാവപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സവർക്കുണ്ടായില്ലല്ലോ. അത് 1,600 കൊടുത്തു, മാസം തോറും കൊടുത്തു. അത് പൊളിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മാസം പെൻഷൻ നൽകാൻ ഉണ്ടാക്കിയ കമ്പനി ആദ്യം തന്നെ പൊളിച്ചു. ഈ
ആ, കേന്ദ്ര സർക്കാർ. അത് കഴിഞ്ഞ് അടുത്തത് ഈ 13,608 കോടി കിട്ടിയിട്ടുണ്ടെങ്കിലേ 6,300 കോടി മതിയല്ലോ ഈ പെൻഷന്റെ മുഴുവൻ കുടിശ്ശിക തീർക്കാൻ. മുഴുവൻ കുടിശ്ശികം കൊടുത്തുകൂടെ? ആരാ തടസ്സം? കേന്ദ്ര സർക്കാർ UDF. അവരാണ് പാവങ്ങളുടെ പെൻഷന് തടസ്സം നിൽക്കുന്നത് ആണ് ഞാൻ പറയുന്നത്.